എളുപ്പത്തിലൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റില്. കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി 10 എണ്ണം ചതച്ചത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പച്ചമുളക് സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു തക്കാളിയുടെ പകുതി കഷ്ണങ്ങളാക്കിയത്, 2 കഷ്ണം പുളി വെള്ളത്തിലിട്ടത്, 4 വെളുത്തുള്ളി ചതച്ചത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്. കറിക്ക് ആവശ്യമായ പൊടികൾ നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകാതെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിനുശേഷം വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി ഉള്ളിയുടെ നിറം മാറുന്നവരെ വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം. ഒരു പുളിയുടെ പകുതി 3-4 കഷ്ണങ്ങളാക്കി 20 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് എടുക്കേണ്ടത്. അരപ്പ് ചേർത്തതിന് ശേഷം ബാക്കി വന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി മൂത്ത് വരുന്നവരേക്കും ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. കറിയുടെ അരപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയുടെ അരപ്പ് നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൽ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. തക്കാളി ഒന്ന് വെന്ത് ചേരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. തക്കാളി നന്നായി വെന്തുടഞ്ഞ് കറിയുമായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ചാറ് കൂടുതൽ വേണം. കപ്പയുടെ കൂടെ കഴിക്കാൻ ചാറുള്ള മീൻകറിയാണ് ഏറ്റവും ബെസ്റ്റ്. കറി തിളച്ചു വരുമ്പോൾ അതിലേക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഏകദേശം വലിപ്പമുള്ള 6 വലിയ മത്തിയാണ് എടുത്തേക്കുന്നത്. കട്ട് ചെയ്ത് ക്ലീനാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തി വരഞ്ഞ് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ ഉപ്പും പുളിയൊക്കെ വേഗം മീനിൽ പിടിക്കും. മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി മാറ്റി കറി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും മേളിൽ തൂവിയെടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കറി വറ്റി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. കുറച്ചുകൂടെ കുറുകിയ കറിയാണ് ആവശ്യമെങ്കിൽ 5 മിനിറ്റ് നേരം കൂടെ തുറന്ന് വെച്ച് വറ്റിച്ച് എടുക്കാം. ഈ കറി ചൂട് ചോറിൻ്റെ കൂടെയോ കപ്പയുടെയോ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കറി തണുത്തതിന് ശേഷം ചൂട് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഇത് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ കപ്പയുടെ കൂടാണ് ഈ മീൻകറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻകറി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ വലിയൊരു അയില വറുത്തതും കൂടിയായ അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.